ഞങ്ങൾ പ്രധാനമന്ത്രിയെ ട്രോളും, രാജ്യത്തെ മുഖ്യമന്ത്രിമാരെ ട്രോളും, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ട്രോളും, സംഘിയെയും പൊങ്ങിയെയും കമ്മിയെയും പരസ്പരം ട്രോളും, പോരടിക്കും. അത് ഞങ്ങളുടെ കുടുംബകാര്യം. ഞങ്ങളുടെ രാജ്യത്തിന് നേരെ വന്നാൽ ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ഞങ്ങൾ ഒന്നാകും. ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങൾ ഒന്നായി അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കും. പുൽവാമയിൽ 40 CRPF ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഫേസ്ബുക്ക് പേജിൽ മലയാളത്തിൽ പൊങ്കാല. ഇമ്രാൻഖാൻ ഒഫീഷ്യൽ എന്ന ബ്ലൂടിക്കുള്ള പേജിലാണ് മലയാളികളുടെ വക ശാസനയും ചീത്തവിളിയും അരങ്ങേറുന്നത്. രാജ്യത്തിന്റെ ഭീഷണി ഉണ്ടാകുമ്പോൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നത് മുതൽ കേട്ടാലറയ്ക്കുന്ന തെറിവിളി വരെയുണ്ട്. 40 പേരുടെ ജീവന് പകരം ചോദിക്കും എന്നത് മുതൽ യുദ്ധം വേണ്ട, സമാധാനം മതി, തീവ്രവാദികൾ ഒഴികെ എന്നുപോലുള്ള സാരോപദേശങ്ങളുമുണ്ട്. ഞങ്ങൾ പ്രധാനമന്ത്രിയെ ട്രോളും, രാജ്യത്തെ മുഖ്യമന്ത്രിമാരെ ട്രോളും, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ട്രോളും, സംഘിയെയും കൊങ്ങിയെയും കമ്മിയെയും പരസ്പരം ട്രോളുകയും പോരടിക്കുകയും ചെയ്യും. അത് ഞങ്ങളുടെ കുടുംബകാര്യം. ഞങ്ങളുടെ രാജ്യത്തിന് നേരെ വന്നാൽ ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ഞങ്ങൾ ഒന്നാകും. ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങൾ ഒന്നായി അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കും. തീക്കനലായി ഞങ്ങൾ ജ്വലിക്കും. നിന്റെയൊക്കെ നെഞ്ചത്ത് ഞങ്ങൾ സംഹാര താണ്ഡവമാടും. ഞങ്ങളുടെ ഓരോ സൈനികന്റെയും ചോരയ്ക്ക് ഞങ്ങൾ പകരം ചോദിക്കും. നിന്റെയൊക്കെ തീവ്രവാദത്തിന്റെ അടിവേരറക്കും. ഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയും നിന്റെയൊക്കെ രാജ്യവും തീവ്രവാദവും. ഞങ്ങൾ ഭാരതത്തിന്റെ മക്കളാണ്. ഞങ്ങളുടെ ഭാരതാംബയുടെ ഹൃദയത്തിൽ പൊടിഞ്ഞ ചോരയ്ക്ക് പകരം വീട്ടിയിരിക്കും. ഭാരതത്തിന്റെ വീരപുത്രന്മാർക്ക് ആദരാഞ്ജലികൾ എന്നിങ്ങനെ പറഞ്ഞു പോകുന്നു ഇമ്രാൻഖാന്റെ ഫേസ്ബുക്കിലെ കമന്റുകൾ. പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് എന്ന പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടന ഏറ്റെടുത്തിരുന്നു. പാകിസ്ഥാന് പങ്കുണ്ടെന്ന ഇന്ത്യയുടെ വാദം പാകിസ്ഥാൻ തള്ളുകയും തെളിവ് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാനെതിരെ ജനരോഷം ഉയർന്നത്. ആക്രമണത്തിൽ കേരളത്തിന്റെ സ്വന്തം വയനാട് സ്വദേശിയായ വസന്തകുമാറും കൊല്ലപ്പെട്ടിരുന്നു.